സ്വാതന്ത്ര്യത്തിന് ശേഷം ഭാരതത്തിലെ വിവിധ സംസ്ഥാനങ്ങളിൽ രാജ്യത്തിന്റെ തനതായ പൈതൃകം തിരിച്ചു കൊണ്ടുവരുവാനുള്ള പരിശ്രമങ്ങളെക്കാളേറെ അത് എങ്ങനെ തകർക്കണം എന്നാണ് ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടികളും ചിന്തിച്ചിട്ടുള്ളത്. തമിഴ്നാട്ടിൽ രൂപം കൊണ്ട ദ്രാവിഡ ഘടകം ആദ്യം സാമൂഹിക അസമത്വത്തിനെതിരെയുള്ള പ്രസ്ഥാനമായിരുന്നു. പെരിയാർ EV രാമസ്വാമിയുടെ ഈ പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാന ആവശ്യം പിന്നീട് ദ്രാവിഡ രാഷ്ട്രം എന്നതായിരുന്നു. പെരിയാറിന്റെ ജസ്റ്റിസ് പാർട്ടിയിൽ നിന്നും പരിണാമം ചെയ്ത് 1949 CN അണ്ണാദുരൈ ദ്രാവിഡ കഴകത്തിൽ നിന്നും ദ്രാവിഡ മുന്നേറ്റ കഴകം സ്ഥാപിച്ചതോടെ സ്വതന്ത്ര ദ്രാവിഡ രാഷ്ട്രം വേണമെന്ന വാദത്തിൽ നിന്നും പ്രസ്ഥാനം പിന്മാറി. ആദ്യം തമിഴ്നാട്ടിൽ അധികാരത്തിൽ വന്ന DMK എന്ന ദ്രാവിഡ മുന്നേറ്റ കഴക പാർട്ടിയെ നയിച്ചത് അണ്ണാദുരൈ ആയിരുന്നു. 1969 മുഖ്യമന്ത്രിയായിരുന്ന അണ്ണാദുരൈ മരിച്ചതിനു ശേഷം അധികാരത്തിലേറിയ കരുണാനിധിയാണ് പിന്നീട് പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് വന്നത്. DMK പിളരുകയും അതിനുശേഷം MGRന്റെ നേതൃത്വത്തിൽ അണ്ണാ DMK പിറക്കുക കൂടി ചെയ്തതോടെ തമിഴ്നാട് ദ്രാവിഡ ഘടകങ്ങളുടെ രാഷ്ട്രീയ ഭൂമിയായി. പെരിയാർ രാമസ്വാമി തുടങ്ങി വെച്ച ഇന്ത്യൻ ഐഡിയോളജിയോടുള്ള വെറുപ്പ് ഒളിഞ്ഞും തെളിഞ്ഞും DMK പയറ്റുകയായിരുന്നു. സനാതന ധർമ്മത്തെക്കുറിച്ച് ഉദയനിധി സ്റ്റാലിൻ നടത്തിയ പരാമർശം വരെ എത്തി നിൽക്കുന്നു ഈ ആക്രമണം. ഈ നാളുകളിലാണ് നിരവധി മഹാക്ഷേത്രങ്ങളുടെ ധർമ്മഭൂമിയായ തമിഴ്നാട്ടിൽ നിന്നും തമിഴ്നാടിന്റെ പൈതൃകം തന്നെ പൂർണ്ണമായും നഷ്ടമായി പോയത്. അവർ മറന്നത് മഹത്തായ ചോള സാമ്രാജ്യത്തിന്റെ കുലമഹിമയെയാണ്. തമിഴരെ വഴിമാറ്റി നടത്തിയ പെരിയാറിസത്തിലൂടെ തമിഴരെ അവന്റെ യഥാർത്ഥ പൈതൃകത്തിൽ നിന്നും മറച്ചു പിടിച്ചപ്പോൾ തക്കം പാർത്തു നിന്ന പല സാംസ്കാരിക മത കയ്യേറ്റക്കാരും തമിഴന്റെ മനസ്സിലേക്ക് നുഴഞ്ഞു കയറി. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട് സന്ദർശിച്ചിരുന്നു. തമിഴന്റെ അഭിമാനമായ ചോള സാമ്രാജ്യത്തിലെ ഏറ്റവും ശക്തനായിരുന്ന രാജേന്ദ്ര ചോളൻ കടൽ മാർഗം തന്നെ പ്രതാപം വ്യാപിപ്പിച്ച സമ്രാട്ടാണ്. ഭാരതത്തിൽ തന്നെ ഗംഗാ സമതലം കൂടി തന്നെ അധീനതയിലാക്കിയപ്പോൾ പേരിനോടൊപ്പം ഗംഗൈക്കൊണ്ട ചോളൻ എന്നു ചേർത്ത ശിവഭക്തനായ രാജേന്ദ്ര ചോളൻ ഗംഗൈക്കൊണ്ട ചോളപുരം എന്ന തലസ്ഥാനം സൃഷ്ടിച്ച് ഇഷ്ടമൂർത്തിയായ ബൃഹദേശ്വരന് ആലയവും പണികഴിപ്പിച്ചു. ആ മണ്ണിലേക്കാണ് ഗംഗൈക്കൊണ്ട സാമ്രാട്ടിന് വീരാളിപ്പട്ടുമായി ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയത്. ഇത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. രാജ്യവും കടന്ന് കടലിനപ്പുറം സുമാത്രയും ജാവയും ശ്രീലങ്കയും വ്യാപിച്ചിരുന്ന ബൃഹത്തായ രാജവംശത്തിനെ കുറിച്ചും അവിടെ നിലനിന്നിരുന്ന ശൈവസത്തിനെ കുറിച്ചുമുള്ള ഓർമ്മപ്പെടുത്തൽ. ഈ മഹത്തായ പാരമ്പര്യത്തെ ചവിട്ടിമെതിച്ച് പെരിയാർ പണിതുയർത്തിയ തമിഴ് രാഷ്ട്രീയത്തിന്റെ പിറകിൽ ഒരു പൈതൃകമുണ്ടെന്ന് തമിഴിനെ തന്നെ ബോധ്യമാക്കി കൊടുക്കുകയാണ് നരേന്ദ്രമോദി. മോദി കളപറിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. തമിഴിന് അവരുടെ അസ്തിത്വം എന്താണെന്ന് വ്യക്തമാക്കി കൊടുക്കുകയാണ് നരേന്ദ്രമോദി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പഴക്കമുള്ള സാംസ്കാരിക തനിമ തിരിച്ചു കൊണ്ടുവരുമ്പോൾ ദ്രാവിഡ കഴകം എന്ന മുഖം മൂടി അഴിഞ്ഞു വീഴുമെന്ന് ഉറപ്പാണ്. അണ്ണാമലയിലൂടെ തുടങ്ങിയ അവബോധയാത്ര ലോകത്തിലെ ഏറ്റവും വലിയ ഹ്യൂമൻ അംബാസിഡറായ മോദി ഏറ്റെടുക്കുമ്പോൾ തമിഴ്നാട് ദ്രാവിഡ കഴക കാലഘട്ടത്തിന്റെ നിഴലിൽ നിന്നും സാവധാനം വിമുക്തമാകുകയാണ്.